നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മോട് ഇപ്പോൾ ഉള്ളത് പരിസ്ഥിതി ശാസ്ത്രജ്ഞനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സാറാണ്. സ്വാഗതം സാർ. നമസ്കാരം. സാർ, ഇപ്പോൾ TCS വിഷയം വളരെ സജീവ ചർച്ചയിലാണ്. അതായത് ആസൂത്രിതപരമായിട്ടുള്ള ഒരു മതമാറ്റം. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഭാരതത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള പല IT സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള വലകൾ വിരിച്ചിട്ടിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അങ്ങേക്ക് ഇതിനുള്ളൊരു അഭിപ്രായം? ലോകം ഉണ്ടായ കാലം മുതൽ മതവും മതചിന്തകളും മനുഷ്യനെ ഒരു പരിധിവരെ സ്വാധീനിച്ചു വന്നു. കാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യർ നാട്ടിലേക്ക് വന്ന് അല്ലെങ്കിൽ നാട് സൃഷ്ടിച്ച് സംസ്കാരമൊക്കെ ഉണ്ടായി വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണല്ലോ മതവും ജാതിയൊക്കെ വരുന്നത്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതിയൊക്കെ ആദ്യം തുടങ്ങിയത്, പിന്നെയാണ് മതങ്ങൾ വന്നു തുടങ്ങിയത്. മതങ്ങൾ വന്നതിന് ശേഷം രണ്ട് തരത്തിലുള്ള മതങ്ങൾ ലോകത്ത് വന്നു. ഒന്ന് സംഘടിതമായ പിന്നെ രണ്ട് മതങ്ങൾ വന്നു. അതായത് ഒന്നും ക്രിസ്തീയ മതം വന്നു, യേശുദേവൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി അത്തരം കാര്യങ്ങൾ പറയുന്ന ക്രിസ്ത്യ മതം വന്നു. അതിനുശേഷം അത് 2000 വർഷങ്ങൾക്ക് അപ്പുറമാണ്. അതിനുശേഷം ഒരു 750 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് നബി തിരുമേനിയുടെ മുസ്ലിം മതവും ഇസ്ലാം മതവും വന്നു. പിന്നെ അതെല്ലാം സെമറ്റിക് മതങ്ങളെന്ന് അറിയപ്പെടുന്നതാണ്. മറ്റൊരെണ്ണം ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം. അത് മതമാണോ സനാതനധർമ്മമാണോ എന്നൊക്കെ ഉള്ള ചില ചർച്ചകളുണ്ട്. മതമാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഈ സെമറ്റിക് മതങ്ങൾ രണ്ട് മതത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു സവിശേഷത. ഒന്നാമത്തെ മതമായ ക്രിസ്ത്യ മതത്തിൽ പറയുന്നു 12 സുവിശേഷകരെയാണ് ആദ്യം 12 പേരെയാണ് ശിഷ്യന്മാരായിട്ട് യേശുദേവൻ്റെ ഉണ്ടായിരുന്നത്. അവരെല്ലാം വളരെ സാധുക്കളായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. അവരോട് യേശുദേവൻ പറഞ്ഞു, യേശുദേവൻ ഇപ്പോൾ സാധാരണ ഗുരുവിൻ്റെ ഒരു മോഡലായല്ലോ. യേശുദേവൻ ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ നിൽക്കുമ്പോൾ ഈ 12 പേരും അവിടെ കിടന്ന് കറങ്ങുമ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് കിടന്ന് കറങ്ങണ്ട, നിങ്ങൾ ലോകത്ത് പോയി എൻ്റെ സുവിശേഷം പറയുക, സത്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്ത് കിട്ടും? അത് സ്വർഗ്ഗരാജ്യം കിട്ടും എന്നുള്ള ഒരു മോട്ടിവേഷൻ ആരായാലും പറയുന്നതാണ്. നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങണ്ട, നിങ്ങൾ പ്രായപൂർത്തിയായില്ലേ, പോയി ജോലി തേടൂ എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞപ്പോൾ അവരത് സുവിശേഷം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് മത്തായിയും ലൂക്കോസും ഒക്കെ പറയുകയും മത്തായിയുടെ ഗ്രാൻഡ് മെസ്സേജ് എന്നൊക്കെ പറയുന്ന ഗ്രാൻഡ് മിഷനൊക്കെ ഉണ്ട്, ലോകത്ത് പോയി സുവിശേഷം പറയുക. ഇത് വന്നത് ആളുകളെ മതപരിവർത്തനം നടത്തുന്നതിനുള്ള ഒരു പരിപാടിയായിട്ട് കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാർ ഇത് ആയുധമാക്കി. ഗ്രീക്കിൻ്റെ ചക്രവർത്തിമാർ ഇതിനെ ആയുധമാക്കി. എല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ക്രിസ്തീയ മതത്തെ കൂടി പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഏകധ്രുവീകരണ ലോകമുണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട് ക്രിസ്തീയ മതത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അത് ക്രിസ്തുവിനോടോ യേശുവിനോടുള്ള സ്നേഹത്തിനും അപ്പുറം, ആശയങ്ങൾക്കപ്പുറം ഇതിനെങ്ങനെ പ്രയോജനപ്പെടുത്താം, ഒരു രാഷ്ട്രീയ ആയുധമായും ഇത് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഈ FCRA വിഷയത്തിലൊക്കെ കുറേ അങ്ങനെ വരുന്നുണ്ട്. മതപരിവർത്തനം, അതിൻ്റെ പണം, അങ്ങനെ പോകുന്നു. മറ്റത് വേറൊന്ന് കാര്യം പറയുന്നത്, ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം വരും. ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ എന്താണ്, വിഗ്രഹാരാധനയെ എതിർക്കുക, എല്ലാവരെയും അള്ളാഹുവിൻ്റെ വശത്തേക്ക് കൊണ്ടുവരിക, അള്ളാഹുവിനെ എതിർക്കുന്ന ആളുകളെ നശിപ്പിക്കുക, ഇങ്ങനെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ നല്ല സെൻസിലായിരിക്കും പറയുന്നത്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് ചിലപ്പോൾ നല്ല സെൻസിലായിരിക്കും നബി പറഞ്ഞത്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയി തന്നെ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ നല്ല സെൻസിലായിരിക്കും പറഞ്ഞത്. പക്ഷേ അതെല്ലാം ഒരു സംഘടിതമായി വന്ന സമയത്ത്, ഞാൻ ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞതാണ്, വന്ന സമയത്ത് ലോകത്തെ മുതലാളിമാർ, കാശുള്ളവർ, വലിയ കാശുള്ളവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ കാശ് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് മതപരിവർത്തനത്തിന് വ്യാപകമായി എന്ത് കൊടുക്കാൻ തുടങ്ങിയത്, പണം ഒഴുകാൻ തുടങ്ങിയത്. ഈ പണം ഒഴുകി ക്രിസ്തീയ മതക്കാരിപ്പോൾ കാത്തോലിക്കക്കാരും ഓർത്തഡോക്സുകാരൊക്കെ കുറേ കത്തോലിക്കക്കാരൊക്കെയാണ് കൂടുതൽ ഈ മതപരിവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവരിതൊക്കെ ഇപ്പം മതിയാക്കി, അവരിപ്പോൾ അങ്ങനെ വേറെ ആരെയും മതപരിവർത്തനം. പക്ഷേ പെന്തക്കോസ്ത് വിഭാഗക്കാർ ഇപ്പോഴും സുവിശേഷം എന്നൊക്കെ, അതാണ് ഈ ജാർഖണ്ഡ് വിഷയം, മറ്റേ ഛത്തീസ്ഗഡ് വിഷയമൊക്കെ വന്നിട്ടുണ്ട്, കന്യാസ്ത്രീ വിഷയമൊക്കെ വന്നത്, അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അവർ സംഘടിതമായി ഇങ്ങനെ ഒരു മതം മാറ്റ ശ്രമം നടത്തുന്നു എന്നുള്ള വളരെ വ്യാപകമായ ഒരു കാര്യമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നും അതിൻ്റെ ശരിതെറ്റുകളുമെല്ലാം ഇസ്ലാം മതക്കാരും മുസ്ലിങ്ങളും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിൽ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ നമ്മൾ കാണുന്നൊരു വിഷയം, ഡോക്ടർമാരെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. കുറേ ഡോക്ടർമാർ കാശ്മീരിലും ഡൽഹിയിലുമൊക്കെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പഹൽഗാമിനൊക്കെ ശേഷവും കുറച്ച് ഡോക്ടർമാർ, വനിതകളായിട്ടുള്ള ഡോക്ടർമാർ, പുരുഷന്മാരുള്ള ഡോക്ടർമാർ, ബോംബ് പൊട്ടി ഒരു കാറിൽ പിന്നെ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ച് അവിടെ ഡൽഹിയിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയും അവരെ പിന്നെ അതിലുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും മരിക്കുകയൊക്കെ ചെയ്ത കഥകളുണ്ട് ഡോക്ടർമാരുടെ ഇടയിൽ. അതുപോലെ തന്നെ
ഈ IT പ്രൊഫഷണലുകളുടെ ഇടയിൽ, അതുപോലെ തന്നെ സംഘടിതമായി വിദ്യാഭ്യാസമുള്ള പ്രൊഫസർമാരുടെ ഇടയിൽ, അങ്ങനെയുള്ളവരുടെയൊക്കെ ഇടയിൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നന്നായി പണമൊഴുക്കിയും മറ്റ് സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടും ഈ മതം മാറ്റ വിഷയം സംഘടിതമായി നടക്കുന്നുണ്ട്. വളരെ സംഘടിതം. അത് സ്ലീപ്പറായിട്ടാണ് നടക്കുന്നത്. സ്ലീപ്പർ സെൽ എന്നുള്ള നിലയിൽ വളരെ സംഘടിതമാണ്, ആസൂത്രിതമാണ്, എന്നാൽ വളരെ നിശബ്ദവുമാണ്. ഇവിടെ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പരിമിതി, അതിപ്പോൾ സ്ത്രീകൾ എന്നോട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി കമൻ്റ് ഇട്ടോ അല്ലാതെ എന്നോട് ബഹളമുണ്ടാക്കിയാലും ഞാൻ പറയുന്നു, എന്നാലും ഞാൻ പറയുന്നു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ ട്രാപ്പ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് സ്ത്രീകളെ കെണികളിൽ തള്ളിയിടുക എന്നുള്ളത്. ആ സ്ത്രീകൾ ഇപ്പോൾ ഒരു സ്ത്രീയെ ഒരു ഓഫീസിൽ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വിചാരിച്ചാൽ, TCS പോലുള്ള സ്ഥാപനം എവിടെയാകട്ടെ, സ്ത്രീകളെ കുറച്ചുകൂടി എളുപ്പത്തിൽ കെണിയിൽപ്പെടുത്താൻ എളുപ്പമാണ്. കാരണം അവരുടെ ഫോട്ടോകൾ എടുക്കുക, വേറെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരെ പീഡിപ്പിക്കുക, റേപ്പ് ചെയ്യുക, നഗ്ന ചിത്രങ്ങൾ എടുക്കുക, മോർഫ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ തൊഴിലുറപ്പ്, ഇവിടെ എല്ലാം ഈ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഈ തൊഴിലിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലുറപ്പ്, പ്രൊമോഷൻ, പിന്നെ നല്ല പേ കൊടുക്കുക, കീ പോസ്റ്റുകൾ. വളരെ ഈ TCSൻ്റെയൊക്കെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ IT-യുടെയൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, അട്രാക്റ്റീവ് പോസ്റ്റുകളിൽ വരിക എന്നുള്ളതൊരു മത്സരമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നല്ല പേ കിട്ടുന്ന ടീം ലീഡർ ആവുക, ഗ്രൂപ്പ് ലീഡർ, വളരെ പെട്ടെന്നാണ് ഈ കമ്പനികൾ ആളുകളെ പ്രൊമോട്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാര്യം സർക്കാർ ജോലി പോലെയല്ല. സർക്കാർ ജോലിയിലാണെങ്കിൽ അങ്ങനെ വലിയ നിശ്ചിതമായ പ്രൊമോഷൻ സർക്കാർ ജോലിയിൽ പോലുമുണ്ട്. അപ്പോൾ സർക്കാർ ജോലിയിൽ പോലും കീ പോസ്റ്റുകൾ കിട്ടുന്നിടത്തും പ്രൊമോഷൻ കിട്ടുന്നിടത്തും ഒക്കെ ഇത്തരത്തിലുള്ള സ്ത്രീ ചൂഷണമൊക്കെ ധാരാളമുണ്ട്. ഇവിടെ ഒരു TCSൽ, നാസിക്കിലുള്ള TCS എന്ന് പറയുന്ന കമ്പനിയിൽ, ടാറ്റ കൺസൾട്ടിംഗ് സർവീസ് എന്നൊക്കെ പറയുന്ന രാജ്യത്തെയും ലോകത്തെയും വളരെ പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. നമ്മുടെ ടാറ്റയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഭിമാനം ഉണ്ടാണ്. മുട്ടുസൂചി മുതൽ നാനോ കാർ വരെ, അല്ലെങ്കിൽ സകലതും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഒരു ടാറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ കൺസൾട്ടിംഗ് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ സംവിധാനമാണ്. അതിൽ നാസിക്കിലെ 150 പേർ പണിയെടുക്കുന്ന ഒരു കൺസൾട്ടിംഗ് സർവീസിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഒരു 8-9 സ്ത്രീകളെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. വളരെ ഗുരുതരമായ മതം മാറ്റമുണ്ട്, അത് ലൈംഗികതയുണ്ട്, റേപ്പ് പരിപാടികൾ കേൾക്കുന്നു, വളരെ ഗുരുതരമായ നിരവധി കാര്യങ്ങൾ TCSുമായി ബന്ധപ്പെടുത്തി കേൾക്കുന്നു. ഇതിൻ്റെ പുതിയ കഥകൾ എല്ലായിടത്തുമുണ്ട്. ഞാൻ മറ്റൊരു തരത്തിൽ പറയാം. അഞ്ചരക്കണ്ടി കോളേജിൽ, കണ്ണൂരിലുള്ള ധർമ്മടത്തിനടുത്തുള്ള അഞ്ചരക്കണ്ടി കോളേജിൽ, ഈ ഡെൻ്റൽ കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴാണ് ബാക്കി 100 കണക്കിന് കുട്ടികൾ പുറത്തു വന്ന് എന്ത് പറയുന്നത്, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കും പ്രശ്നമുണ്ടെന്ന്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ബോംബ് പൊട്ടിയാൽ മാത്രമേ ഈ വിഷയങ്ങൾ പുറത്ത് വരുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്. അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് പ്രൈവറ്റ് ആയാലും, പ്രത്യേകിച്ച് IT കമ്പനികളുടെയൊക്കെ ഒരു പ്രശ്നം. ഇപ്പോൾ ടെക്നോ പാർക്ക് പോലുള്ള കമ്പനികൾക്കായാലും 24 മണിക്കൂർ വൈദ്യുതി, 24 മണിക്കൂർ വെള്ളം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, കെട്ടിടങ്ങൾ, സ്ഥലം, ഇതെല്ലാം ഗവൺമെൻറ് കൊടുക്കുമെങ്കിലും അതിനകത്ത് നടക്കുന്ന ജോലി സ്ഥിരതയെ സംബന്ധിച്ചോ, ജോലിയുടെ ഉറപ്പിനെ സംബന്ധിച്ചോ, പിരിച്ചുവിടലിനെ സംബന്ധിച്ചോ, ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റിനെ സംബന്ധിച്ചോ ഒന്നും ഒരു നിയന്ത്രണവും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കില്ല എന്നുള്ളത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇതെല്ലാം കൂടിയാണ് ഈ TCSമാരുടെ പരിപാടി ഉണ്ടാക്കുന്നത്. അതിൽ കൃത്യമായി ഈ പണത്തിൻ്റെ മോട്ടിവേഷനും, സ്ത്രീകളെ ഉപയോഗപ്പെടുത്താം എന്നുള്ള, ലൈംഗികമായി ഉപയോഗപ്പെടുത്താം എന്നുള്ള മോട്ടിവേഷനും പുരുഷന്മാർക്കുണ്ടാവും. ഈ സ്ത്രീകൾക്ക് ഇതിനകത്ത് വരുന്ന മോട്ടിവേഷൻ പണം തന്നെയാണ് അവർക്ക് വരുന്ന. കാരണം ഇതിനകത്ത് HR-ൻ്റെ ഒരു നേതാവ് ഒരു വനിതയാണ്, മുസ്ലിം വനിതയാണ്, നിത ഖാൻ, മുസ്ലിം വനിതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊബൈൽ ഫോൺ വാങ്ങുക, നല്ല ഡ്രസ്സ് എടുക്കുക, അങ്ങനെ വലിയ കാർ വാങ്ങുക, അങ്ങനത്തെ മോഹങ്ങളാണ് അവർക്ക് കിടക്കുന്നത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പണമോഹവുമുണ്ട്, സ്ത്രീകളെ കിട്ടും എന്നുള്ള മോഹവുമുണ്ട്. ഇത് രണ്ടും വളരെ ഗുരുതരമാണ്. പക്ഷേ ഇതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇത് മലേഷ്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഭീകരവാദ പ്രവർത്തനം തന്നെയല്ലേ? കാരണം ആ രീതിയിൽ ഇപ്പോൾ ഭീകരവാദം ബോംബ് പൊട്ടിക്കുന്നതല്ലാതെ ഡിജിറ്റൽ ജിഹാദും വൈറ്റ് കോളർ ജിഹാദും ഉൾപ്പെടെ നടപ്പിലാക്കുവാൻ ശ്രമം നടത്തുമ്പോൾ ഇതൊരു ഭീകരവാദം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഭീകരവാദം എന്ന് പറഞ്ഞാൽ ബോംബിടുന്നതോ അല്ലെങ്കിൽ ആരെ അടിച്ചു കൊല്ലുന്നതോ മാത്രമല്ല. ഒരു രാജ്യത്ത് ചെല്ലുക, ആ രാജ്യത്തെ അവിടുത്തെ പുരുഷനെയും സ്ത്രീകളെയും ഒക്കെ മറ്റൊരു രൂപത്തിൽ കൈകാര്യം ചെയ്യുക, നാർക്കോട്ടിക് കാര്യങ്ങൾ കൊടുത്ത് കൈകാര്യം ചെയ്യുക, സ്നേഹിച്ച് കൈകാര്യം ചെയ്യുക, ഇതുപോലത്തെ ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്യുക, ഇതെല്ലാം ഒരുതരം ഭീകരവാദം തന്നെയാണ്. ഒരു ആൻറ്റി നാഷണൽ ഇലമെൻ്റ് അല്ലേ? ഒരു രാജ്യത്ത് ചെന്നിട്ട് അവിടെ രാജ്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ നമ്മൾ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നത് ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ്. ഒരുതരം ഭീകരവാദം മാത്രമല്ല, ഇതിനകത്തുള്ള ഒരു വളരെ ഇൻ്റർനാഷണലായിട്ട്
ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചങ്ങാതി. അതാണ് വളരെ പ്രധാന കാര്യം. ഇങ്ങനെ നടക്കുന്ന സംഘങ്ങൾക്ക് ആരുമായി ബന്ധമുണ്ടായിരിക്കും? തീവ്രവാദ ഭീകരവാദ സംഘടനകളുമായും ബന്ധമുണ്ടായിരിക്കും. അതൊരു റിക്രൂട്ടിംഗ് ഏജൻസി പോലെയൊക്കെ പ്രവർത്തിക്കും. ഇതിനകത്ത് പണവും ഈ പറയുന്ന സമ്പത്തും അല്ലെങ്കിൽ മറ്റ് സ്ഥാനമോഹമുള്ള ആളുകളെ കിട്ടും. ഈ തപ്പിയെടുക്കുമ്പോൾ കിട്ടും. അവരെ ആര് കൊണ്ടുപോകും? ഈ ഭീകരവാദ പ്രവർത്തകർ. കാര്യം മോഹം വന്നു കഴിഞ്ഞല്ലോ മനുഷ്യർക്ക്. മോഹം വന്നു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും ഭീകരവാദമായിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഭീകരവാദത്തിൻ്റെ നെക്സസ് ഉണ്ട്. പല കാര്യങ്ങൾക്കും ആഗോള നെക്സസ് ഉണ്ട് എന്നുള്ളത് വളരെ ഒരിടത്തിരുന്നു കൊണ്ട് എല്ലായിടത്തേക്കും കൈകാര്യം ചെയ്യുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ പല സ്ഥലത്തിരുന്നു കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മലേഷ്യ പോലെയുള്ള തന്നെ പല രാജ്യങ്ങളുമുണ്ട്. രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ലോകത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഏജൻസികളുണ്ട്. കാരണം അവരുടെ പണമല്ല, പണം വരുന്ന വേറെ മുതലാളിമാരുടെ പൈസ വേണം. അപ്പോൾ സമ്പന്നരുടെ പണമാണ്. അപ്പോൾ അവരുടെ പണമല്ല, ആ പണം അവർക്ക് കിട്ടുന്നു. അവരത് ഉപയോഗിച്ച് ഇതിനകത്ത് അല്പം മതവും കൂടി തലയ്ക്ക് പിടിച്ചിട്ടുള്ളവർ ചെയ്യുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു ജിഹാദ്, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇലമെൻ്റ് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനത് കുത്തിവെക്കും. അപ്പോൾ ആളുകൾ ഇതിനകത്ത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്വർഗ്ഗത്ത് പോകാം, ഹൂറിയെ കാണാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ സ്വർഗ്ഗരാജ്യം കിട്ടും എന്ന്, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ നല്ലതല്ലേ എന്നുള്ള ചിന്തയിൽ തീർച്ചയായിട്ടും പണവും കിട്ടുന്നു, പിന്നെ നമുക്ക് സ്വർഗവും കിട്ടുന്നു. സ്വാഭാവികമായിട്ട് അതിനകത്ത് ചെറുപ്പക്കാർക്ക് ആകർഷണം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ഗ്രൂമിങ് ഗാങ്സുകളുണ്ടായിരുന്നു. അത് സാധാരണ ചെറിയ കുട്ടികളെ പോലും ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു. അവർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ ഫണ്ടുകൾ ലഭ്യമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഗ്രൂമിങ് ഗാങ്സുകൾ പല ഇടങ്ങളിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. അത് ഇപ്പോൾ IT സ്ഥാപനങ്ങളല്ല, കുട്ടികളുടെ സ്ഥാപനങ്ങളല്ല, മറ്റു പല ഇടങ്ങളിലേക്കും ഈ ഗ്രൂമിങ് ഗാങ്സുകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ കുറച്ചുകൂടെ ജാഗരൂകമായി സ്കൂൾ തലം മുതലുള്ള അല്ലെങ്കിൽ മറ്റ് ഇടങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവരെ സർവെയിൽ ചെയ്യേണ്ടതിൻ്റെ ഒരു സാധ്യത കൂടി സർക്കാർ. തീർച്ചയായിട്ടും. കാരണം 13 വയസ്സായ പോത്തങ്കോടുള്ള ഒരു 13 വയസ്സായ കുട്ടി അവൻ നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് ഗാന്ധിജി വിരുദ്ധം, മോദി വിരുദ്ധം, മോദി നരാധമനാണ് എന്നൊക്കെ ഉള്ള വളരെ മോശമായ വീഡിയോസ് അവൻ കാണുമായിരുന്നു, സ്ഥിരമായി കാണുമായിരുന്നു. ആ 13 വയസ്സിൽ ആ കുട്ടിയുടെ മനസ്സിൽ വന്നു ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം മോദിയെ കൊല്ലുക എന്നുള്ളതാണ്. മോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള കൺസെപ്റ്റിലാണ്. അവസാനം അയാൾ അറസ്റ്റൊക്കെ ചെയ്ത് ആ കുട്ടി അറസ്റ്റ് ചെയ്ത് വലിയ വിഷയമായി. ഇവിടെ അവർ അച്ഛനും അമ്മയും ദുബായിലായിരുന്നു, വലിയ വിഷയം അത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ആൻറ്റി നാഷണൽ പരിപാടികൾ കുത്തിവെക്കുക, ആൻറ്റി റിലീജിയസ് പരിപാടികൾ കുത്തിവെക്കുക, അതിനുള്ള പിന്നെ നിരന്തരം ഇപ്പം നമ്മൾ 21 ദിവസം തുടർച്ചയായ ഒരു കാര്യം ചെയ്താൽ 21 days തുടർച്ചയായ ഒരു കാര്യം ചെയ്താൽ അത് നമുക്ക് ശീലമാവും എന്നാണ് പറയുന്നത്. മോട്ടിവേഷൻകാരൊക്കെ പറയുന്ന ഒരു തിയറിയാണ് അത്. സൈക്കോളജിക്കാരും സൈക്കാട്രിസ്റ്റൊക്കെ പറയുന്നത് നമ്മൾ തുടർച്ചയായി 21 ദിവസം ഒരു കാര്യം ചെയ്താൽ പിന്നെ നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായി മാറും, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ അതാണ് ചിലർ പറയാൻ കേട്ടില്ല, നമുക്ക് ഞാൻ എത്ര വിചാരിച്ചിട്ട് എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, എത്ര വിചാരിച്ചിട്ട് സിഗരറ്റ് വലി എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, എത്ര വിചാരിച്ചിട്ട് ഞാൻ ഗെയിം പ്ലാൻ ചെയ്യുന്നു, ഗെയിം കളിക്കരുതെന്ന് വിചാരിച്ചാലും മൊബൈൽ എടുക്കുമെങ്കിൽ ഉടനെ എനിക്ക് ഗെയിം കളിക്കണമെന്ന് തോന്നും. അതാണ് ഒരു കണ്ടീഷനിങ് ഉണ്ട്, ബോഡിയുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു വാഷിങ്, ഒരു ബ്രെയിൻ കണ്ടീഷനിങ് ഉണ്ട്. ഈ കണ്ടീഷനിങ്ങിൽ കൊച്ചുകുട്ടികൾ ചെന്ന് വീണ് പോയാൽ പെട്ടെന്ന് അനുകൂല സാഹചര്യം വരുമ്പോൾ അവർ അതിനകത്തേക്ക് വീഴുകയും ഇങ്ങനെ കുഞ്ഞു പ്രായത്തിൽ തന്നെ മതവും ആൻറ്റി നാഷണൽ കാര്യങ്ങളൊക്കെ കുത്തിവയ്ക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ അറിയുന്നതിനാണ് മനുഷ്യർക്ക് കൂടുതൽ താല്പര്യം. എരിവും പുളിക്കുമാണ് മനുഷ്യന് മധുരത്തിനോട് താല്പര്യം, പക്ഷേ അതിനേക്കാൾ പ്രധാനമായി എരിവിനോടും പുളിയോടും ഒരു താല്പര്യമുണ്ട് മനുഷ്യർക്ക്. അപ്പോൾ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും അവരുടെ മനസ്സിൻ്റെ ഈ പ്രതിലോമ കാര്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിനോട് എതിർപ്പുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുകയും അതിലൂടെ അതൊരു ആൻറ്റി നാഷണൽ, ആൻറ്റി സോഷ്യൽ, ആൻറ്റി റിലീജിയസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ റിലീജിയസിന് എതിർത്താവും, മറ്റ് മതങ്ങൾക്കും എതിരാക്കും, ദേശത്തിനെതിരാക്കും, അങ്ങനെ രാഷ്ട്രത്തിനെതിരാക്കും. അങ്ങനെ വലിയ ഗ്രൂമിങ് തീർച്ചയായും നടക്കുന്നുണ്ട്. അത് ഇന്ത്യ പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് ജാഗ്രത മാത്രം പോരാ, കർശനമായ നിയമങ്ങൾ ആവശ്യമുണ്ട്, മോണിറ്ററിങ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ശിക്ഷകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ആവശ്യമുണ്ട്. പക്ഷേ അതൊന്നും പലപ്പോഴും ജനാധിപത്യ ഭരണക്രമത്തിൽ അത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. നിർഭാഗ്യവശാൽ അതിനകത്ത് മതവും കൂടി കയറി വരുമ്പോൾ പിന്നെ മീഡിയകളും അവരെല്ലാം ഈ പല രൂപത്തിൽ മാറി നിന്ന് ഇപ്പോൾ TCSൻ്റെ വിഷയം തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ കുറച്ച് ചർച്ച ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ മറ്റേ ഒരു പെൺകുട്ടിയെ ഈ മറ്റേ കുംഭമേള വൈറൽ വനിതയെന്ന് പറഞ്ഞാൽ പെൺകുട്ടി 16 വയസ്സായിട്ടുള്ള പെൺകുട്ടിക്ക് 16 ആയവൾ 18 ആയില്ല എന്നുള്ള അതൊക്കെ വളരെ ഒരു നോർമൽ
എന്താ ഒരു നോർമൽ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിംഗ് ശൈലിയിലല്ലാതെ അതിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് ഇവരാരും പോയിട്ടില്ല എന്നുള്ളതും മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്, പൊതുസമൂഹം അങ്ങനെ തന്നെയാണ്. കാരണം ഒരു വശത്തൊരു മതമാണ്, മറ്റൊരു വശത്ത് മറ്റൊരു മതമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസും ഇതിൻ്റെ പ്രശ്നങ്ങളും ആ സംഘടിത മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സംഘടിതമായ ആക്രമണവും ഉപദ്രവവും റേറ്റിങ്ങും ഇതെല്ലാം ഇതിനകത്ത് വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണനെ വെച്ചുകൊണ്ട് ഒരു പടം വെച്ചുകൊണ്ടൊരു ഹോട്ടലുകാരൻ്റെ ഒരു പരസ്യം വന്നു. ഹോട്ടലുകാരൻ അവസാനം മാപ്പൊക്കെ പറഞ്ഞ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ അത് ഈ വരച്ച ആൾ അങ്ങനെ എന്തർത്ഥത്തിലാണ് കൃഷ്ണനെയും മന്തിയെയും കൂടെ വെച്ച് വരയ്ക്കുന്നത്? അത് മറ്റൊരു തരത്തിൽ വേറെ ഏതെങ്കിലും മതത്തിലെ ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവങ്ങളെക്കുറിച്ചോ ആയിരുന്നെങ്കിൽ വലിയ കലാപം ഉണ്ടാവും. അപ്പോൾ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും കോഷ്യസ് ആവണം. സൊസൈറ്റി മാതാപിതാക്കളുമൊക്കെ വളരെ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ദുബായിലിരുന്ന് കൊണ്ട് ഒരു കുട്ടിയുടെ കേസ് പിടിച്ചാൽ ദുബായിലിരുന്ന മാതാവാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പണത്തിന് വേണ്ടി കുട്ടിക്ക് ഇതൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. നമ്മൾ മാതൃത്വം അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് മനുഷ്യർ പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പിന്നെ രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ആൻറ്റി സോഷ്യൽ ആൻറ്റി നാഷണൽ ഇലമെൻസിലേക്ക് മനുഷ്യർ ചെന്ന് വീഴുന്നത്. ഞാൻ ഈ പറഞ്ഞല്ലോ പണത്തിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ചെന്ന് വീഴുമ്പോൾ ഒരിക്കലും ഇതിനകത്ത് ട്രാപ്പിലായി പോയാൽ പിന്നെ വളരെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും പണത്തിന് വേണ്ടി ഓടുന്നു, മക്കളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു, കുടുംബത്തിലുള്ളവരെ കൊണ്ട് ചെയ്യുന്നു. ചിലർ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ഈ കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ പിടിച്ച ആ കേസിൽ ഒരു ഭാര്യയും ഭർത്താവുമുണ്ട്, രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് ഇതൊക്കെ. പക്ഷേ അത് വളരെ ഗുരുതരമാണ്. അതിന് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പം ആരെയും കുറ്റപ്പെടുത്തുന്നതിലല്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതമായാലും ക്രിസ്ത്യൻ മതമായാലും നിങ്ങൾ സെമറ്റിക് മതങ്ങളാണ്, നിങ്ങൾക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല മോണിറ്ററിങ് അതിനകത്തുനിന്ന് ഉണ്ടാവണം, പള്ളികൾ കേന്ദ്രീകരിച്ചും. അല്ലാതെ ഒരിക്കലും ഒരു മുഴുവൻ ഇന്ത്യ പോലുള്ള രാജ്യത്ത് 80% വരുന്ന ഹിന്ദുക്കൾ നിൽക്കുന്ന രാജ്യത്ത് ഒരു നാൾ കൊണ്ടോ പല നാൾ കൊണ്ടോ മുഴുവൻ എന്താക്കാനൊന്നും കഴിയത്തില്ല, അങ്ങനെ മതം മാറ്റം നടത്താനൊന്നും കഴിയത്തില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം? അത് ആൻറ്റി നാഷണലായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളുടെയൊക്കെ സഹായത്താൽ ഇങ്ങനെ 5-6 പേരെ മതം മാറ്റിയതുകൊണ്ട് എന്തെങ്കിലും നടക്കാനുണ്ടോ? ഒന്നുമില്ല. ഈ പറഞ്ഞ ദേശദ്രോഹ വിരുദ്ധ പ്രവർത്തനവും മത തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ആയി മാറും എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ടത് ആദ്യം മതങ്ങളുടെ അകത്തുനിന്ന് തന്നെ ഇതിനകത്ത് എതിർപ്പുണ്ടാവണം, പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാവണം, നിയമവ്യവസ്ഥയിൽ നിന്നുണ്ടാവണം, എല്ലാ ഭാഗത്തുനിന്നും ഇതിന് എതിർപ്പുണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഈ കേസ് TCSുമായി ബന്ധപ്പെട്ട കേസ് സർക്കാർ തലത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ അതിനുമായിട്ടുള്ള അന്വേഷണ ഉത്തരവുകൾ വന്നിട്ടുണ്ട്. അന്വേഷണ ഉത്തരവ് വന്നു. 6 വനിതാ കോൺസ്റ്റബിൾമാർ അവിടെ എത്തി. 40 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ പൂർണ്ണമായും ഉള്ള തെളിവ് സമർപ്പിച്ച് റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തു. അതാണ് വളരെ കൃത്യമായ ആ ട്രാക്കിൽ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതായത് പെൺകുട്ടിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ധാരാളം പ്രശ്നങ്ങൾ അവിടുന്ന് നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ HR ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തേക്ക് പോയില്ലായിരുന്നു. ഈ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുറത്തു പോയി സർക്കാർ തലത്തിലേക്ക് ഇൻഫർമേഷൻ എത്തിയപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സത്വര നടപടികൾ അവർ സ്വീകരിക്കുകയുണ്ടായി. ദേവേന്ദ്ര ഫട്നാവിസാണ് അവിടെ ഭരിക്കുന്നത്, മഹാരാഷ്ട്ര ഭരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇന്ന് കേരളത്തിലായിരുന്നെങ്കിലോ ഈ വിഷയം എങ്ങനെയായിരിക്കും ഇവർ കൈകാര്യം ചെയ്തതിന്? കാരണം ഒരു ഭാഗത്ത് SDPI പോലുള്ള മതത്തെ ആധാരമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ മോചനം മതത്തിലൂടെ എന്ന് പറഞ്ഞു നടക്കുന്ന SDPI പോലുള്ളൊരു സംഘടന ഇടതുപക്ഷത്തിനൊപ്പമുണ്ട്, വലതുപക്ഷത്തിനൊപ്പം UDFിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. സപ്പോസ് ഈ വിഷയം കേരളത്തിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലും ഈ വിഷയം നടക്കുന്നുണ്ട്. ഇപ്പം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ചോ മറ്റ് പല IT കമ്പനികൾ കേന്ദ്രീകരിച്ചോ ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. സപ്പോസ് ഇത് കേരളത്തിൽ ഭരണതലത്തിൽ ഈ വിഷയം ചർച്ചയാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കാം ഇതിൽ പ്രതികരിക്കുക? അതിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണല്ലോ SDPI ഈ ഇടതുപക്ഷത്തിനൊരു പിന്തുണ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കാതിരിക്കുന്ന ശത്രുവായി നിന്നൊരു സമയമുണ്ട്. കൃത്യമായി ശത്രുവായി ഇടതുപക്ഷത്തെ CPMനെയും കണ്ടിരുന്ന സമയത്താണല്ലോ പിന്നെ എൻ മകനെ കൊന്നത്. രാസാവ് പിന്നെ അഭിമന്യുവിൻ്റെ അമ്മ അവിടെ ആ ഒരു വിളി ഇപ്പോഴും ഇടുക്കി മലനിരകളെ രാവിലെ പ്രതിധ്വനിപ്പിക്കുന്നൊരു വിളിയുണ്ട്, എൻ മകനെ നീ പോയോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. എൻ മകനെ രാസാവേ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. ഇപ്പോഴും അഭിമന്യുവിൻ്റെ കേസ് എന്തെങ്കിലും തീരുമാനമായോ? എവിടെയെങ്കിലും തീരുമാനമായോ? വിഷ്ണു റോയിയുടെ കേസ് എവിടെയെങ്കിലും തീരുമാനമായോ? അഞ്ചരക്കണ്ടി കേസ് ഇനി തീരുമാനമാകുമോ? അഞ്ചരക്കണ്ടിയിലെ ആ മാനേജ്മെൻറ്റിന് ഒരുപാട് ഉടായ്പുണ്ടെന്നും
തരികിടകളുണ്ടെന്നും മുഖ്യമന്ത്രിയുമായി വളരെ നേരിട്ട് ബന്ധമുണ്ടെന്നും ആ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ ആളാണ് വന്ന് ചാനലിൽ പറഞ്ഞത്. വളരെ കൃത്യമായി അദ്ദേഹം വന്ന് ചാനലിൽ പറഞ്ഞു, മുഖ്യമന്ത്രിയുമായി വ്യക്തിബന്ധം പോലുമുള്ള ആളാണ് അഞ്ചരക്കണ്ടിയുടെ അതിൻ്റെ ഓണർ. എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇവിടെ? സിദ്ധാർത്ഥനെ കൊന്നു നമ്മൾ, പിന്നെ വെറ്റിനറി പൂക്കോട്ട് കോളേജിൽ സിദ്ധാർത്ഥനെ കൊന്നു. എന്തെങ്കിലും നടന്നു? വിഷ്ണു റോയി എന്ന് പറയുന്ന കുട്ടിയെ, മഹിജ എന്ന് പറയുന്ന അമ്മ, അവരുടെ അമ്മ ഇവിടെ വന്ന് അവരെ പോലീസ് അഴിച്ച് എന്തെല്ലാം നടന്നു? കേരളത്തിലാണെങ്കിൽ തീർച്ചയായും ഇതൊക്കെ മൂടി വയ്ക്കുകയും ഇത് ഏതെങ്കിലും ഒരു മതം, പ്രത്യേകിച്ച് മുസ്ലിം മതമോ അല്ലെങ്കിൽ SDP-ക്കാരോ PDP-ക്കാരോ ഒക്കെ ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമരോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ എന്ത് സംഭവിക്കും? ഈ കേസ് പോകും. പക്ഷേ മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ പിന്നെ മുംബൈയിൽ ഇത് നടന്നപ്പോൾ, നാസിക്കിൽ നടന്നപ്പോൾ 2 പേരെയും നമ്മൾ അഭിനന്ദിക്കണം. ഒന്ന് TCSകാരെയും അഭിനന്ദിക്കണം. കാര്യം TCSകാർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ അവിടുത്തെ ഗവൺമെൻറ്റിനെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും നന്നായി എന്ത് ചെയ്യാമായിരുന്നു? സ്വാധീനിക്കാമായിരുന്നു. അവർ സ്വാധീനിച്ചില്ല. അവരും ഇത് ക്ലീൻ ഔട്ട് ആകട്ടെ, ക്ലിയർ ആകട്ടെ എന്ന് ഈ TCSകാർ വിചാരിച്ചപ്പോൾ പൂട്ടുകയും ചെയ്തു. സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. അതും അവർ ചെയ്തു. ഗവൺമെൻറ്റും വളരെ ശക്തമായ നിലപാടെടുത്തു. കേരളത്തിൽ അങ്ങനെ അതിശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമൊക്കെ പറ്റിയ ഇടമാണ് എന്ന് ഈ സ്ലീപ്പർ സെല്ലുകൾ ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലും തീർച്ചയായിട്ടും ഞാനത് വീണ്ടും പറയുന്നത്, ഇത് SDP-യുടെയോ ജമാഅത്ത് ഇസ്ലാമിയുടെയോ PDP-യുടെ ഒരു വിഷയമായിട്ടല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനകത്തൊരു മതമോ സംവിധാനം, ഒരു മുതലാളിയോ, മതം മാത്രമല്ല ഒരു മുതലാളിയോ ഒക്കെ അതിനകത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേരള സർക്കാരുകൾ കൃത്യമായി സൈലൻ്റ് ആവുന്ന കാഴ്ചയെ നമ്മൾ കഴിഞ്ഞ 10-70 വർഷമായി കാണുന്നുണ്ട്. അതിനൊക്കെ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്യാൻ, ജനാധിപത്യത്തിൻ്റെ മറ്റൊരു മുഖമാണത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ബോംബെയിൽ ഈ നാസിക്കിൽ ഈ കേസിൽ വളരെ കൃത്യമായി ഗവൺമെൻറ് പ്രവർത്തിച്ചെന്ന് മാത്രമല്ല NIA അവിടെ വന്നിട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായി അത് ദേശവിരുദ്ധ പ്രവർത്തനമുണ്ടോ, തീവ്രവാദമുണ്ടോ, ഭീകരവാദമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന വളരെ കൃത്യമായ അന്വേഷണവും അവിടെ നടന്നു എന്നുള്ളതൊരു വളരെ സ്തുത്യർഹമായ കാര്യം തന്നെയാണ്. എന്തായാലും നാളുകളിലെങ്കിലും ഇതുപോലെ ഒന്നും ലോകത്ത് സംഭവിക്കാതിരിക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു തരത്തിലേക്കെങ്കിലും ഇനിയൊരു ഗ്രൂമിങ് ഗ്യാങ്സ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകുമ്പോൾ തന്നെ അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനോ ഒക്കെ സാധിക്കട്ടെ. സംഭവിക്കുന്നതിന് മുന്നേ നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.